Welcome, dear students. Today's topic is Henry Fayol's 14 Principles of Management. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അതിൻ്റെ ഫീച്ചേഴ്സും. ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ പ്രധാനമായും 2 വ്യക്തികൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസും FW ടൈലറിൻ്റെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസുമാണ് പഠിക്കാനുള്ളത്. അതിൽ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. 2 പാർട്ടായിട്ട് നമുക്കിതിനെ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ 7 പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, subordination of individual interest to general interest, remuneration of employees, centralization and decentralization, scalar chain, order, equity, stability of tenure of personnel, initiative, then last one, esprit de corps. ഈ 14 പ്രിൻസിപ്പിൾസും ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആരാണ് ഹെൻറി ഫയോൾ? ഹെൻറി ഫയോൾ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ജനറൽ മാനേജ്മെൻറ്റ്. മോഡേൺ ജനറൽ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നാണ് ഹെൻറി ഫയോളിനെ അറിയപ്പെടുന്നത്. ഹി വാസ് ബോൺ ഇൻ 1841. 1841 അദ്ദേഹത്തിൻ്റെ ജനനം. ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് എ കോൾ മൈൻ എഞ്ചിനീയർ ഇൻ ദ ഫ്രഞ്ച് കോൾ മൈനിങ് കമ്പനി. ഫ്രഞ്ച് കോൾ മൈനിങ് കമ്പനിയുടെ കോൾ മൈൻ എഞ്ചിനീയറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ലേറ്റർ ബിക്കം ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. പിന്നീട് അദ്ദേഹം ആ കമ്പനിയുടെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഉയർത്തപ്പെട്ടു. ഇൻ ദ ഇയർ 1916, 1916 he published his well-known book Industrial and General Administration in French language. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ബുക്ക് 1916 പബ്ലിഷ് ചെയ്യുന്നത്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻടു ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ. ബിസിനസ്സിൻ്റെ ടോട്ടൽ ആക്ടിവിറ്റീസിനെ ടെക്നിക്കലെന്നും മാനേജറിയലെന്നും 2ആയിട്ട് തിരിച്ചു. Identified management functions that constitute management process such as planning, organizing, commanding, coordinating and controlling. Management functions ആയ planning, organizing, commanding, coordinating, controlling തുടങ്ങിയവയെ ഐഡൻറ്റിഫൈ ചെയ്തു. ഡെവലപ്ഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി 14 പ്രിൻസിപ്പിൾസ് ഫയോൾ ഡെവലപ്പ് ചെയ്തു. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിനെ ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് പരിചയപ്പെടുത്താം. ഡാറ്റ് യൂസർ OIC. D for division of work. A, authority and responsibility. D, discipline. U, unity of command. C, centralization and decentralization. U, unity of direction. Yes, scalar chain. Yes, stability of turnover. R, remuneration. O, order. I, initiative. Yes, subordination of individual interest to general interest. E, equity. Another E, esprit de corps. ഫയോളിൻ്റെ 1ാമത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. This principle states that a complex work should be divided into small tasks and each task should be assigned to a particular employee. Division of work എന്ന് പറയുന്നത് the work divided into small task. നമ്മുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ വർക്കിനെ ചെറിയ ചെറിയ
ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ഈച്ച് ടാസ്ക് ഷുഡ് ബി അസൈൻഡ് ടു എ പർട്ടിക്കുലർ എംപ്ലോയീസ്. ഈ ഡിവൈഡ് ചെയ്ത ചെറിയ ചെറിയ ടാസ്കുകൾ ഓരോ എംപ്ലോയീസിനും നമ്മൾ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു കൺസെപ്റ്റിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മാനുഫാക്ചറിങ് ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. അവിടെ പർച്ചേസിങ് നടക്കുന്നു, റോ മെറ്റീരിയൽസിന്റെ പർച്ചേസിങ് നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെയിൽസ് നടക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരൊറ്റ വ്യക്തി ചെയ്യാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു കോംപ്ലക്സ് പ്രോസസ്സായിട്ട് ഇത് മാറും. അതുകൊണ്ടാണ് ഫയോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ബിസിനസിന്റെ ടോട്ടൽ വർക്കിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റി ഇത് ഓരോ വ്യക്തികൾക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. ആ ഓരോ വ്യക്തി എന്ന് പറയുന്ന ആരായിരിക്കും, ആ ഒരു പർട്ടിക്കുലർ വർക്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ ചുമതല കൊടുക്കുന്നത്. ഫിനാൻസിങ് ഡിപ്പാർട്ട്മെന്റ്, ബിസിനസിന്റെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ മാനേജറിലായിരിക്കും. എന്ന് വെച്ചാൽ ഫിനാൻസിന്റെ കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിക്കായിരിക്കും നമ്മൾ അത് കൊടുക്കുന്നത്. ഇങ്ങനെ ബിസിനസിന്റെ ടോട്ടൽ വർക്കിനെ ചെറിയ ചെറിയ വർക്കുകളാക്കി മാറ്റി എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്കിതിന്റെ മെറിറ്റ്, എന്തൊക്കെ ഗുണങ്ങളായിരിക്കും നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്? ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ വർക്കിലും സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്കൂൾ എടുക്കാം. ഇപ്പം കൊമേഴ്സിനെ പഠിപ്പിക്കാൻ 6 സബ്ജക്റ്റ് ഉണ്ട്. ഈ 6 സബ്ജക്റ്റും ഒരു വ്യക്തിയല്ല പഠിപ്പിക്കുന്നത്. ഓരോ സബ്ജക്റ്റിനും എക്സ്പേർട്ട് ആയിട്ടുള്ള ഓരോ വ്യക്തികളുമാണ്. അവർക്കാണ് നമ്മൾ ഓരോ സബ്ജക്റ്റും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ ഞാനൊരു അവസരം കൊടുത്താൽ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് അക്കൗണ്ടൻസി ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ അയാൾക്ക് എക്സ്പേർട്ട് ആവാനായിട്ട് സാധിക്കും. അയാൾ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ആവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അപ്പം ഒന്നാമത്തെ ഗുണമാണ് ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ദെൻ വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. ഇപ്പോൾ ഓരോ വർക്കും ഓരോ വ്യക്തികൾക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ടൈമും അതുപോലെ തന്നെ എഫേർട്ടും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ടൈമിനെ, നമ്മുടെ എഫേർട്ടിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഫയോളിന്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ, ഡിവിഷൻ ഓഫ് വർക്ക്. Division of work means work divided into small tasks and each task should be assigned to a particular employees. Then രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, authority and responsibility. There must be a balance between the authority and responsibility. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവണം. അതോറിറ്റി means the right to give order to subordinates and to take decisions. ഒരു മാനേജർക്ക് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ആൻഡ് ടു ഗിവ് ഓർഡർ ടു ദ സബോർഡിനേറ്റ്സ്, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന്, വർക്കേഴ്സിന് ഓർഡറുകൾ നൽകുന്നതിനുമുള്ള അധികാരത്തെയാണ്, അവകാശത്തെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെ? അതോറിറ്റി ടു ഗിവ് ഓർഡർ ടു സബോർഡിനേറ്റ്സ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻസ്. റെസ്പോൺസിബിലിറ്റി മീൻസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം അസൈൻഡ് ടാസ്ക്. സുപ്പീരിയർ അതോറിറ്റീസിൽ നിന്നും ഓരോ മാനേജേഴ്സിനും ഓരോ എംപ്ലോയീസിനും ഏതൊക്കെ ജോലികളാണോ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, ആ ജോലികൾ കൃത്യസമയത്ത് ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള അവരുടെ ബാധ്യതയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മാനേജർക്കും അതോറിറ്റിയും ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാവണം. അതാണ് ഒരു ബാലൻസ് ഉണ്ടാവണം എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇഫ് അതോറിറ്റി ഈസ് ഗിവൺ ടു എ പേഴ്സൺ, ഒരു വ്യക്തിക്ക്, ഒരു മാനേജർക്ക് അതോറിറ്റീസ് കൊടുക്കുമ്പോൾ ഹി ഷുഡ് ആൾസോ ബി മെയ്ഡ് റെസ്പോൺസിബിൾ. അപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അധികാരവും ഉത്തരവാദിത്വവും ഒരേ സമയം ഒരു ബാലൻസിംഗിൽ പോകണം. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. തേർഡ് വൺ ഈസ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ മീൻസ് ഗെറ്റിംഗ് ഒബീഡിയൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഏതൊരു ബിസിനസ്സിൻ്റെയും സ്മൂത്ത് റണ്ണിങ്ങിന് ഡിസിപ്ലിൻ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്കൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിന് ചില നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളും നിയമങ്ങളും അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ സ്റ്റുഡൻസും അനുസരിച്ചെങ്കിൽ മാത്രമേ ആ സ്കൂൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ എല്ലാ ഓർഗനൈസേഷൻ്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്തു പോകത്തുള്ളൂ എന്നാണ് ആര് സജസ്റ്റ് ചെയ്യുന്നത്? ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്യുന്നത്. ഫോർത്ത് പ്രിൻസിപ്പിൾ ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൽ നിന്നും മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാവൂ. ഹീ ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ഓൺലി വൺ സുപ്പീരിയർ ഓൺലി. ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൽ മാത്രമേ കണക്ക് ബോധിപ്പിക്കാവൂ. അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷനും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്ട്സും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഉദാഹരണം, എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ്സിൻ്റെ എംപ്ലോയിയാണ്. എ എന്ന് പറയുന്ന വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബി എന്നും സി എന്നും ഡി എന്നും പറയുന്ന 3 വ്യക്തികൾ ഉണ്ടെങ്കിൽ എക്ക് ഈ 3 വ്യക്തിയിൽ നിന്നും ഓർഡറുകൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ആ എ എന്ന വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആര് പറയുന്നതാണ് ഞാൻ അനുസരിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുമാത്രമല്ല, അവർക്കിടയിൽ ഒരു വഴക്കുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹെൻറി ഫയോൾ ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു സുപ്പീരിയറിൽ നിന്നും മാത്രം സ്വീകരിച്ചാൽ മതി, ഓർഡറുകൾ സ്വീകരിച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ, എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള കൺഫ്യൂഷനും കോൺഫ്ലിക്ട്സും ഒഴിവാക്കാനായിട്ട് സാധിക്കും. Then fifth principle, unity of direction. This principle states that for a group activity having the same objective, there should be one head and one plan. ഏതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്കും ഒരു സെയിം ഒബ്ജക്റ്റീവാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് ഒരു ഹെഡ് ഉണ്ടാവുക, അവർക്ക് ഒരു പ്ലാൻ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷനിലൂടെ ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് എൻഷുർ യൂണിറ്റ് ഓഫ് ആക്ഷൻ ആൻഡ് കോർഡിനേഷൻ. അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്കും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു ഹെഡ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, അവർക്കെല്ലാം ആ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ പ്ലാൻ മാത്രമേ ഉണ്ടാകാവൂ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോരോ ഹെഡിനെ കൊടുക്കുക, അവർക്ക് എല്ലാവർക്കും ഓരോരോ പ്ലാനുകളെ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു യൂണിറ്റി ഓഫ് ആക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ ഒരു കോർഡിനേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇഫ് ദ പ്രിൻസിപ്പിൾ ഈസ് നോട്ട് ഫോളോഡ്, ദർ വിൽ ബി അൺനെസസറി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് ആൻഡ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്സിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകും. ഡ്യൂപ്ലിക്കേഷൻ മീൻസ് എന്താണ്? ഒരു ജോലി തന്നെ 2 പേരുടെ ചെയ്യും. അപ്പോൾ ഒരു എഫേർട്ട് അവിടെ വേസ്റ്റായി മാറും. അപ്പോൾ അത് മാത്രമല്ല, അവിടുത്തെ നമ്മുടെ റിസോഴ്സസുകളും അവിടെ വേസ്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഹെൻറി ഫയോൾ പറയുന്നത് വൺ ഹെഡ് വൺ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി. നമ്പർ 6, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. This principle states that harmony of personal interest and a common interest. ഇൻഡിവിജ്വലിൻ്റെ താല്പര്യത്തിനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ താല്പര്യവും തമ്മിൽ ഒരു താളാത്മകതയുണ്ടായിരിക്കണം. ദ ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് പ്രയോറിറ്റി ഓവർ ദ ഇൻട്രസ്റ്റ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ എംപ്ലോയി. ഇൻഡിവിജ്വലിൻ്റെ താല്പര്യത്തേക്കാൾ കൂടുതൽ പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കേണ്ടത്? ഓർഗനൈസേഷൻ്റെ താല്പര്യത്തിനായിരിക്കണം കൊടുക്കേണ്ടത്. ബിസിനസ് ഏതൊരു ഡിസിഷൻ എടുത്താലും എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ഒരു പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. 7th one, remuneration of remuneration should be just and equitable.
നമ്മുടെ ബിസിനസ്സിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ന്യായമായിട്ടുള്ളതായിരിക്കണം, തുല്യ വേതനമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫാക്ടറി ബോത്ത് ടു ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇപ്പോൾ ഒരു സാലറി അല്ലെങ്കിൽ നമ്മളൊരു റെമ്യൂണറേഷൻ നമ്മൾ നിശ്ചയിക്കുമ്പോൾ അത് എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കൊടുക്കുന്ന എംപ്ലോയർക്ക് നഷ്ടമുണ്ടാകാനും പാടില്ല, എന്നാൽ കിട്ടുന്ന എംപ്ലോയിക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയാനും പാടില്ല. ഫെയർ റെമ്യൂണറേഷൻ മോട്ടിവേറ്റ്സ് ആൻഡ് കീപ്സ് അപ്പ് ദ മോറൽ ഓഫ് ദ വർക്കേഴ്സ്. അങ്ങനെ ന്യായമായ ഒരു റെമ്യൂണറേഷനാണ് എംപ്ലോയീസിന് കിട്ടുന്നത് എങ്കിൽ അവർ മോട്ടിവേറ്റ് ആവും, അവർ പ്രചോദിതനാവും, കൂടുതൽ നല്ല രീതിയിൽ അവൻ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ഇൻക്രീസ് ദ മോറൽ ഓഫ് ദ എംപ്ലോയീസിൻ്റെ മോറൽ വർദ്ധിക്കുകയും ചെയ്യും. അപ്പം ഇന്ന് നമ്മൾ 7 പ്രിൻസിപ്പിൾസ് ആണ് പരിചയപ്പെട്ടത്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. ഫയോളിൻ്റെ അടുത്ത 7 പ്രിൻസിപ്പിൾസ് അടുത്ത പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. താങ്ക് യു.